BJP അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ BJP അവരുടെ എ ക്ലാസ് മണ്ഡലമായി ഉൾപ്പെടുത്തിയതും ത്രികോണ പോരാട്ടം നടക്കുന്നതായും മണ്ഡലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസാണ് നടത്തിയത്. ഈ അനാലിസിസിൽ ഒരിടത്തും ഏത് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും അനവധി പേർ പറയും, നിങ്ങൾ പറഞ്ഞിരുന്നില്ല ജയിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, നമുക്കെന്നല്ല ആർക്കും കഴിയില്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്, അനുദിനം മാറി മറിഞ്ഞു വരും ട്രെൻഡുകളും കാര്യങ്ങളുമൊക്കെ. ഒരുപക്ഷെ ഒരു വാക്കിൻ്റെ പുറത്ത് ഒരു സമൂഹം തന്നെ മാറിപ്പോകാം, ഇല്ലെങ്കിൽ വോട്ടർമാരുടെ മനസ്സ് മാറാം, ഇല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ പുറത്തൊക്കെ. അതുകൊണ്ടായിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100 ദിവസങ്ങൾക്ക് മുൻപ് BJPയുടെ എല്ലാ നേതാക്കൾക്കും ഒരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വാ തുറക്കരുത്, പാർട്ടിയെക്കുറിച്ചോ മറ്റോ അഭിപ്രായം പറയാൻ ഇവിടെ ആളുകളെ നിയമിച്ചിട്ടുണ്ട് പാർട്ടിയിൽ തന്നെ, അവർ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ മുൻകാല അനുഭവങ്ങൾ ധാരാളമുണ്ട്. കാരണം ഈ ഉത്തർപ്രദേശിലുമൊക്കെ ഇവരുടെ നേതാക്കന്മാരുടെ പേര് പറയുന്നില്ല, അനവധി നേതാക്കന്മാരുണ്ട്, സന്യാസിമാരല്ലാത്തവരുമായ അനവധി നേതാക്കന്മാരുണ്ട്. വാ തുറന്നു കഴിഞ്ഞാൽ വലിയ വിപത്തുകൾ വിളിച്ചു വരുത്തുന്ന നേതാക്കന്മാരുണ്ട്. ഏതായാലും അത്തരം നേതാക്കന്മാരെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ചെറിയ വാക്കുകളും പ്രവൃത്തികളും പോലും അത് ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെ തെരഞ്ഞെടുപ്പിലുണ്ടാക്കും. അങ്ങനെയൊക്കെ അനുദിനം മറിയുന്നത് ഒരു അവസ്ഥയാണ് തിരഞ്ഞെടുപ്പ് കാലഘട്ടം. അതുകൊണ്ട് തന്നെ നമുക്ക് വിജയം ആർക്കും പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഒരാളുടെ മനസ്സിൽ ഇരിക്കുന്ന ഒരു ചിഹ്നം, ആ ചിഹ്നത്തെ നമുക്ക് കണ്ടറിയുക പ്രയാസകരവുമാണ്. ഏതായാലും നമ്മൾ അവിടുത്തെ ഇപ്പോഴത്തെ ട്രെൻഡാണ് വിശകലനം ചെയ്യുന്നത്. അവിടെ എത്രത്തോളം സാധ്യത BJPക്കുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാധ്യത മറ്റു പാർട്ടികൾക്കുണ്ട്, BJPക്ക് കയറി വരാൻ കഴിയുമോ, ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെ, ഇതിനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇത് മാത്രമാണ് എല്ലാവർക്കും പറയാൻ കഴിയുക മാത്രം. കാരണം തെരഞ്ഞെടുപ്പ് ഇനിയും ദിവസങ്ങൾ ഉണ്ട്. ആ ദിവസങ്ങൾ അടുത്ത് വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ അത് മറിയാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട്ടേക്ക് പറയുകയാണെങ്കിൽ UDFനേക്കാളും മുകളിലാണ് NDAയുടെ പ്രചാരണം. വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല ഞാൻ പറഞ്ഞത്, പ്രചാരണം. അവിടെ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ BJP തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല. കാരണം തുടക്കം മുതൽ തന്നെ BJP കയറിക്കളിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വോട്ടായി മാറുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് ആദ്യം തന്നെ പാലക്കാട്ടെ നിയമസഭാ മണ്ഡലങ്ങൾ, ഈ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, ഇതൊക്കെയാണ് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 CPM MLAമാരാണ്, 1 IUML മുസ്ലിം ലീഗിൻ്റെയാണ്, 1 MLA കോൺഗ്രസിൻ്റേതുമാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, പാലക്കാടും മലമ്പുഴയും BJP രണ്ടാമതെത്തിയ 2 നിയമസഭാ മണ്ഡലങ്ങളാണ്. നമുക്കറിയാം ഈ ശ്രീധരൻ ഇഞ്ചോടിഞ്ച് പോരാടിയ മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ അവിടെ ഷാഫി പറമ്പിൽ ജയിച്ചു. ആ ഷാഫി പറമ്പിലാണ് ഇപ്പോൾ വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJPക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ് പാലക്കാട് എന്ന് പറയേണ്ടി വരും. പക്ഷേ BJPക്ക് വളക്കൂറ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, പണ്ടത് ചുവന്നിരുന്ന മണ്ണ് തന്നെയാണ്. കാരണം ഈ VS അച്യുതാനന്ദൻ്റെ വിഷയമൊക്കെ വന്ന് CPMൽ വലിയ വിഭാഗീയത ഉണ്ടായിരുന്ന സമയത്തും MP രാജേഷ് ജയിച്ചു കയറിയ ഇടം കൂടിയാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ആ പാലക്കാട് UDF പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടാകണം കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ അവിടെ ജയിച്ചു കയറുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള രീതിയിൽ ഒരു വലിയ ക്യാമ്പയിൻ നടന്നു. പിന്നെ അവിടുത്തെ ഒരു വോട്ടുകൾ, അതായത് ഈ അവിടുത്തെ ഒരു മതത്തിൻ്റെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ, പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാലും അതൊരു സംഘടിത വോട്ട് ബാങ്കാണ്. ന്യൂനപക്ഷ വോട്ടുകളാൽ തന്നെയാണ് പാലക്കാടിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 29% മുസ്ലിം വോട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട്. അതുകൂടാതെ 4% വോട്ട് ക്രൈസ്തവർക്കുണ്ട്, ബാക്കിയുള്ള 67% വോട്ടുകൾ മാത്രമാണ് ഹിന്ദുക്കൾക്കുള്ളത്. അതുപോലെ തന്നെ SDP അടക്കമുള്ള സംഘടനകൾക്ക് അല്പം വേരോട്ടമുള്ള ഇടം കൂടിയാണ് പാലക്കാട് എന്ന് പറയേണ്ടി വരും. പാലക്കാട് പല നിയോജക മണ്ഡലങ്ങൾ, പട്ടാമ്പി അടക്കമുള്ളിടത്ത് ഈ SDP മറ്റും സ്ട്രോങ് ഹോൾഡ് ഏരിയ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ മത്സരം മുൻപോട്ട് പോകുന്നത്. നമുക്ക് 2019 BJP അവിടെ മത്സരിച്ചപ്പോൾ BJPക്ക് നേടാൻ കഴിഞ്ഞത് 21% വോട്ടാണ്. വോട്ടിൻ്റെ എണ്ണം പറഞ്ഞാൽ 2,11,556 വോട്ട് നേടി. അതിന് തൊട്ട് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ 2014 അവിടെ ശോഭാ സുരേന്ദ്രനാണ് അന്ന് മത്സരിച്ചത്. ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് ശരിക്കും BJPയുടെ ഒരു അടിത്തറ പാകിയതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് നേടിയ 1,36,587 വോട്ടുണ്ട്. ആ വോട്ടാണ് 2019 ആയപ്പോഴേക്കും ഈ C കൃഷ്ണകുമാർ, ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ 2,11,556 വോട്ടായി വർദ്ധിപ്പിച്ചു. അതായത് 81,000 വോട്ട്
2014 നിന്ന് 19 വന്നപ്പോൾ BJPക്ക് അവിടെ വർധനവ് ഉണ്ടായി. അവിടെ ജയിച്ച ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠൻ്റെ പിടിച്ച വോട്ട്, ആ തെരഞ്ഞെടുപ്പ് ശ്രീകണ്ഠൻ പിടിച്ച 2019 പിടിച്ച വോട്ട് 3,99,000, ഏതാണ്ട് 4 ലക്ഷം വോട്ടോളം പിടിച്ചു. അതിൻ്റെ ഏതാണ്ട് പകുതി മാത്രമാണ് കൃഷ്ണകുമാറിന് കിട്ടിയത്. അതായത് കൃഷ്ണകുമാറിനേക്കാളും ഈ ശ്രീകണ്ഠനുള്ള ഒരു ഭൂരിപക്ഷം എത്രയെന്ന് വെച്ചാൽ 1,80,000-ൽ പരം വോട്ടുകളാണ്. അതായത് കൃത്യമായി കൃഷ്ണകുമാറിന് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം എന്ന് ഉണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ടൈറ്റ് ഫൈറ്റിൽ ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ വോട്ട് കരസ്ഥമാക്കി കഴിയും. അതിന് കഴിയുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ BJPക്ക് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലം കൂടിയാണ്. കാരണം മലമ്പുഴയും പാലക്കാട് നിയമസഭാ മണ്ഡലവും ഒക്കെ അവരെ 2ാം സ്ഥാനത്ത് എത്തിച്ചതാണ്. വലിയ വോട്ട് വിഹിതമുള്ള ഇടമാണ്. മറ്റിടങ്ങളിലും അവർക്കുണ്ട്. ഷൊർണൂർ അടക്കമുള്ളിടത്തൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരൊക്കെ മത്സരിച്ച് വലിയ നേട്ടം കൊയ്ത ഇടം കൂടിയൊക്കെയാണ്. അതുകൂടാതെ തന്നെ തമിഴ് വോട്ടർമാരൊരു നിർണായക ഘടകമാണ്. കാരണം പാലക്കാടിൻ്റെ അതിർത്തിയിലൊക്കെ ഉള്ള ഗ്രാമങ്ങളിൽ തമിഴ് വോട്ടുകൾ ഒരു നിർണായകമാണ്. ആ വോട്ടുകളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൽ പാലക്കാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥിയുള്ളത് കൃഷ്ണകുമാർ മാത്രമാണ്. കൃഷ്ണകുമാർ പാലക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ മാത്രമല്ല, സംഘപരിവാറിൻ്റെ തന്നെ ഒരു മികച്ച സംഘാടകനാണ്. അത് വിശ്വഹിന്ദു പരിഷത്തായാലും RSS ആയാലും ഒക്കെ അതിൻ്റെ എല്ലാ സംഘടനകളുടെയും ഒരു മികച്ച സംഘാടകൻ എന്ന് പറയാം. BJPയുടെ മികച്ച സംഘാടകന്മാരിൽ ഒരാളാണ് ശ്രീ കൃഷ്ണകുമാർ. സംഘടനാ പ്രവർത്തനം നന്നായി അറിയാം. ഏതൊക്കെ ഏരിയകളിൽ അത് നന്നായി പ്രവർത്തിക്കണമെന്നും ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും നമുക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടതും അങ്ങനെയുള്ളവർ തന്നെയാണ്. കാരണം എല്ലാ മുക്കും മൂലയുമൊക്കെ എത്തപ്പെടാൻ ഈ ഇത്തരം അറിവുള്ള സ്ഥാനാർത്ഥികൾക്ക് എളുപ്പത്തിൽ കഴിയും. ഏതായാലും ശ്രീ കൃഷ്ണകുമാർ തന്നെ വീണ്ടും 2024 വരുമ്പോൾ, ഏതായാലും 2019 ചിത്രമല്ല പാലക്കാട് നമുക്ക് നൽകുന്നത്. 2019 21% വോട്ട് നേടിയിട്ടുണ്ട്. ചില സർവേകളിലൊക്കെ പറയുന്നു 21-22% BJP നേടും. അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്ന് കരുതി BJP ജയിക്കുമെന്നല്ല പറഞ്ഞു വരുന്നത്. ഇവിടെ BJPക്ക് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ട്. അതിന് കാരണം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കോയമ്പത്തൂർ, തമിഴ്നാടിൻ്റെ. കോയമ്പത്തൂർ മത്സരിക്കുന്നത് BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ ശ്രീ അണ്ണാമലയാണ്. അണ്ണാമല തോറ്റാലും ജയിച്ചാലും കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. അങ്ങനെയെങ്കിൽ അണ്ണാമലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരു മണ്ഡലമായി പാലക്കാട് മാറും. അങ്ങനെയെങ്കിൽ കോയമ്പത്തൂറും പാലക്കാടും ഒരേ രീതിയിൽ, അതായത് അണ്ണാമല എന്ന ഒരു കേന്ദ്രമന്ത്രിക്ക് പാലക്കാടും കോയമ്പത്തൂരും ഒരുപോലെ നോക്കിപ്പോകുന്ന രീതിയിലേക്കൊരു പ്ലാൻ BJP വളരെ കാലമായി ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ അണ്ണാമലയെ അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ പാലക്കാടിൽ താമര വിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു കേന്ദ്രമന്ത്രി, കാരണം ഇപ്പോൾ BJP എല്ലായിടത്തും ചെയ്യുന്നൊരു കാര്യം, കേരളത്തിലടക്കം ചെയ്യുന്ന കാര്യം, അവർ കേന്ദ്രമന്ത്രിമാരെ രംഗത്തിറക്കുക, വികസനം എത്താത്തിടങ്ങളിൽ വികസനം എത്തിക്കുക, മറ്റ് MPമാരുടെയും ഇല്ല MLAമാരുടെയും വികസന മുരടിപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൊടിയിടയ്ക്കുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആ ഒരു മെത്തേഡാണ് അവർ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തിരുവനന്തപുരത്തായ രാജീവ് ചന്ദ്രശേഖർ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അനിൽ ആൻ്റണി മന്ത്രിയാക്കും എന്ന് തന്നെ പറയുന്നു. സുരേഷ് ഗോപി, ഒപ്പം തന്നെ ഈ പാലക്കാടിന് സമീപമുള്ള അണ്ണാമല. ഈ അണ്ണാമല ഈ അടുത്ത സമയത്ത് പാലക്കാടിന് അതിർത്തി പ്രദേശങ്ങളിൽ കേരളത്തിലെത്തുകയും ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ട്. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ BJP 2019 ഒരു നിലയിലല്ല ഇപ്പോഴുള്ളത്. വളരെ മികച്ച മുന്നേറ്റം അവിടെ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അവിടുത്തെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്, വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ മുസ്ലിം വോട്ടുകൾ തന്നെയാണ്. 29% മുസ്ലിം വോട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നൊരു വോട്ടല്ല. അവിടെ ഏതാണ്ട് 14 ലക്ഷത്തിന് അടുത്ത് വോട്ടർമാരുണ്ട്. അവിടെ ഈ എല്ലാ വോട്ടർമാരും ബൂത്തിൽ എത്തണമെന്നില്ല. ഒരു 80% പോളിംഗ് ഒക്കെ നടക്കുള്ളൂ. പക്ഷേ ഈ വോട്ടുകൾ, ഈ 29% വോട്ടുകൾ, ഈ വോട്ടിൻ്റെ ഒരു കൺസോളിഡേഷൻ നമ്മൾ കണ്ടതാണ്. പാലക്കാട്ട് ഈ ശ്രീധരൻ മത്സരിക്കുമ്പോൾ ശ്രീധരൻ്റെ പരാജയത്തിന് കാരണമായത് ഈ ഒരു വോട്ടാണ്. ഒപ്പം തന്നെ അവിടെ ഒരു വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് നടന്നു. അതായത് ഇടതുപക്ഷം പച്ചയ്ക്ക് ക്രോസ് വോട്ട് ചെയ്യുന്ന ഒരു ലോക്സഭാ മണ്ഡലം ആണ് എന്ന് പാലക്കാടിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴും അവിടെ ചിലയിടങ്ങളിലൊക്കെ LDFൻ്റെ സ്ഥാനാർത്ഥി പിന്നാക്കം പോവുകയും അവിടെ UDF കയറി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. കാരണം LDFന് ഇത്രത്തോളം ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് ക്രോസ് വോട്ടിംഗ് അല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പാലക്കാട് നാം ഇത് കണ്ടതാണ്, മറ്റു പലയിടത്തും നാം ഇത് കണ്ടതാണ്. ഇവിടെ ഈ മലമ്പുഴ, അതായത് ചുവന്നു തുടുത്ത മലമ്പുഴയിൽ ശ്രീ കൃഷ്ണകുമാറിനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് കടന്നു കയറി 2ാം സ്ഥാനത്ത് എത്താൻ കഴിയുമെങ്കിൽ അവിടെ സംഘടനാ വർക്ക് മികച്ചതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പാലക്കാട് ത്രികോണ മത്സരം തന്നെയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവിടെ VK ശ്രീകണ്ഠനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ
ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തിൻ്റെ വിജയരാഘവൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷ വോട്ടുകൾ ചോരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതാണ് സി കൃഷ്ണകുമാറിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. കാരണം ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത ഇവിടെ ഇല്ല. പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്ക് ചലിക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് പാലക്കാടിൻ്റെ ജയപരാജയങ്ങളിരിക്കുന്നത്. കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് ഈ പാലക്കാട് സംഭവിച്ചത് ഈ ശ്രീധരനെ തോൽപ്പിക്കാനായി ബാക്കിയുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ ആയാലും എസ് ഡി പി യുടേതായാലും ഇല്ലേ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളെല്ലാം ഒറ്റയടിക്ക് ഷാഫി പറമ്പിലും പോയി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലോക്സഭയിൽ അവരുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വോട്ടുകൾ ചോരാൻ സാധ്യതയില്ല. കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുകയും എൽ.ഡി.എഫിൻ്റെ വോട്ട് പിടിക്കുകയും ചെയ്യും. ഇതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്കാണ് ബി ജെ പി കടന്നു കയറേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ കൃഷ്ണകുമാർ പ്രചരണം ആരംഭിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അദ്ദേഹത്തിന് അതിൻ്റെ മുക്കും മൂലയും നന്നായി അറിയാവുന്നൊരു മണ്ഡലമാണ്. ഏതായാലും കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തനവും മികച്ചതാണ്. ഒരുപക്ഷെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കേരളത്തിലെ ഒരു മണ്ഡലങ്ങളിലൊന്നായി പാലക്കാട് മാറുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ അമലത്തിൻ്റെ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.